ഹലോ ഗൈസ്, മൈൻക്രാഫ്റ്റ് സീരീസിലെ 12ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിനിയും ഇന്ന് എന്താ പേനിപ്പ കിട്ടി സ്കെൽട്ടൺ സ്പോണർ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. എന്തോ എത്രയോ ഇതില് എത്ര എപ്പിസോഡ് ഒന്നും കറിഞ്ഞൂടാ. അപ്പോ അതൊന്ന് അൺലിമിറ്റഡ് ബോൺ വീൽ ഫാം ഉണ്ടാക്കണം. ബോൺ വീൽ ഫാം. അപ്പോ ചത്ത ഓക്കെ സ്കില്ലിറക്കാം. ബ്ലോക്ക് കഴിഞ്ഞു. അതെന്താണെന്ന് മാത്രം എന്നോട് ചോദിക്കരുത്, ഞാൻ പറഞ്ഞുതരൂല. എനിക്ക് നാണ ഞാൻ കളിയാക്കും. ഞാൻ പറഞ്ഞുതരൂല. എത്ര ചെയ്താലും ഞാൻ പറഞ്ഞുതരൂല. അല്ല ചെസ്റ്റ് ഒക്കെ പൊട്ടിക്കണത്, ചെസ്റ്റ് എന്ന് പറയുന്നത് ക്രീപ്പറൊക്കെ പൊട്ടിക്കണത് ഞാൻ പറഞ്ഞുതരൂല. എന്നോട് എത്ര ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരൂല. ഞാൻ കളിയാക്കുള്ളൂ, ഒരിക്കലും ഞാൻ പറഞ്ഞുതരൂല. ഇനി കമന്റിൽ എന്താ ചോദിക്കാൻ നിൽക്കരുത്, ഞാൻ പറഞ്ഞുതരൂല. അവിടെ എന്നോട് ഇരിക്കാനാ ഞാനൊരിക്കലും പറഞ്ഞുതരൂല. അപ്പൊ നമുക്കിനിയും എൻ്റെ അടുത്തുള്ള ചവറുകളൊക്കെ ഉണ്ട്. ചവറുള്ള അത്യാവശ്യമുള്ള ബ്ലോക്കുകൾ തന്നെയാണ്. പിന്നെ അവിടെ പോയിട്ട് അതിനുള്ള സംഭവങ്ങളൊക്കെ ഒരുക്കണം. ടോർച്ചർ സ്റ്റാക്ക് ഇരുന്നോട്ടെ. ഒരു ബക്കറ്റ് വേണ്ട. ഓക്കെ, നമ്മൾ ഹോപ്പർ വെച്ചിരുന്നു. അപ്പൊ ഹോപ്പർ നമുക്ക് എടുക്കണം. ഓക്കെ, അപ്പൊ നമുക്കിനി അത് ഉണ്ടാക്കിയിട്ട് ഒരു 4 ഫുൾ പവർ ട്രൈഡന്റ് കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിക്കല്ല, ഇതിനെ കൊന്നിട്ട് എടുക്കണം. ഓക്കെ, ഇത് മതി നമുക്ക്. ഇത് മതിയാവും. നമുക്കിതൊക്കെ എടുത്തോണ്ടാവാം. എൻ്റെ ഉള്ളിൽ പുള്ളിയിൽ കുറെ സാധനങ്ങളൊക്കെ ഇതൊക്കെ ആദ്യം ഉള്ളതാണ്. പേടിക്കൊന്നും വേണ്ട. അത് ഞാൻ വെച്ചെന്നെ, താനെ വന്നൊന്നുമല്ല, ഞാൻ വെച്ചെന്നെ. അപ്പോ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ബാക്കി സംഭവങ്ങളൊക്കെ വെക്കണം. അവിടെ സീഡ് അങ്ങനത്തെ ഉണ്ട്. പവർ ഡ്രൈവിലൊക്കെ ഉണ്ട്. ജസ്റ്റ് വരണം. ഫുഡ് നിന്നൊക്കെ നമുക്ക് ഒരു സ്റ്റാക്ക് സ്റ്റോണും കൊണ്ടുപോകണം. 2 സ്റ്റാക്ക് കൊണ്ടുപോകാൻ. ഒരു 2 വെള്ളം വേണം. 2 വാട്ടർ ബക്കറ്റ്. ഓക്കെ, അതിന് വിശ്വസിക്കണില്ല. നമുക്ക് കുറച്ച് മരം വേണം. നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എവിടെ അതാ വുഡ് കൊടുത്തു. ഈ പിന്നെ ഇറക്കാണോ അത്? ഇത് ഇനി നമുക്ക് ഓക്കെ, ഇതും കൂടി. ഇനി നമുക്ക് നേരെ ഒന്ന് ഉറങ്ങിയിട്ട് പോവാം. ഉറക്കം വരും, റിയൽ ലൈഫിൽ കേട്ടോ. ഉറക്കം വരും. ഷേഡർ ഓണാക്കണം. അയ്യ വേണ്ട, കേൾക്ക പോണം. എപ്പോഴാ ചാവെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ സ്പോണറിന്റെ അവിടെ എത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. നമ്മളങ്ങനെ സ്പോണറിന്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഈ ഒരു സ്പോണർ റെയറാണ് എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നോ? പറഞ്ഞൊരു ഓർമ്മ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സ്പോണർ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഏതോ ഒരു വീഡിയോയിൽ പറയണമെന്ന് വിചാരിച്ചതാ, അത് നടന്നില്ല. ആർക്കെങ്കിലും ഈ ഒരു സ്പോണർ കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയണം. ഇതിപ്പോൾ ഇങ്ങനെ ഇവിടുത്തെ പോയി ബ്ലോക്ക് കറിനൂടെ. ഈ വാട്ടർ സോഴ്സ് ഇങ്ങനെ നിർത്തണമല്ലോ. നമ്മൾ വരുന്ന വാട്ടർ സോഴ്സാണ്. അപ്പോൾ നമുക്കിതാ ഇവിടെ ഒരു അൺലിമിറ്റഡ് ഇതുണ്ടാക്കാം. അൺലിമിറ്റഡ് വാട്ടർ സോഴ്സ് ഉണ്ടാക്കണം. ഓക്കെ, അയ്യോ അവിടെ തന്നെ സെൻറ്ററിൽ നിന്ന് എടുക്കണം. ഇനി നമ്മൾ മോളിക്കട് കയറുക. കയറ് ഇന്നത് കയറാത്ത. നമുക്ക് ഈ ഒരു ബ്ലോക്ക് എടുത്തിട്ട് ഇവിടെ വെക്കാം.
എന്നിട്ട് ഇത് ഇടിച്ച് പൊട്ടിക്കാം. എന്നിട്ട് നമ്മൾ ഇപ്പോൾ അഡ്ജസ്റ്റ്മെന്റിന് ഇവിടെ വെള്ളം ഒഴിക്കാം. എത്തിയില്ല ശത്തില്ല, കുറച്ചുകൂടി നേരത്തെ വരണ്ടേ? ഇഷ്ടമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ ഇവിടെ ഇരുന്നോ. ഓക്കെ, ഈ ടോർച്ച് ഇവിടുന്ന് പൊട്ടിക്കരുത്. അല്ല, ഈ ടോർച്ച് നമുക്ക് കിട്ടാൻ സ്ഥലത്തേക്കാം. ഇവിടെ വെക്കാം. ഇത് ഇവിടുന്ന് പൊട്ടിച്ച് മാറ്റാം. ഓക്കെ, അപ്പം ഇനി നമുക്കിതാ ഇവിടുന്ന് 1 2 3 ഇതാ 1 2 3 4 ഇവിടെ 4 1 2 3 4 ഇവിടെ 4 1 2 3 4. ഈ ഒരു ഇതിൽ നമുക്ക് ഇവിടെ കുഴിക്കണം. പിന്നെ നമുക്കിതാ ഈ ഒരു സ്റ്റോണും ഈ ഒരു ഇതൊക്കെ എടുത്ത് മാറ്റണം. ഈ മുകളിലത്തതും ഈ 4 ഇതാ ഇങ്ങോട്ടുള്ളതും ആക്കിയിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളതൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഞാനിതാ ഇവിടെ ഇങ്ങനെ വെക്കും ചെയ്തു. എന്താ ചെയ്തത്, ഞാൻ ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാം. ഞാൻ അതിന് മുമ്പ് കാണിച്ചത് ഇവിടുന്ന് ഇങ്ങോട്ട് 4 ബ്ലോക്ക്, ഇവിടുന്ന് അങ്ങോട്ടും, അവിടുന്ന് ഇങ്ങോട്ടും, ഇവിടുന്ന് അങ്ങോട്ടും, പിന്നെ ഇവിടുന്ന് 1 2 3 4 താഴത്തേക്കും 4 ബ്ലോക്ക് ഇങ്ങനെ കുഴിച്ചെടുക്കുക. എന്നിട്ട് ഇപ്പം എന്താ ചെയ്യാനുള്ളത്? എന്നിട്ട് നമുക്ക് ഇതുണ്ടാക്കിയിട്ട് ഇതിൻ്റെ സ്ലാബ് ഓക്കെ ഇതുണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് പൊട്ടിച്ചെടുക്കുക. ഇത് പൊട്ടിച്ചെടുത്തിട്ട് ഇത് നമുക്ക് ഒന്നും വേണ്ട, നമുക്ക് ആകെ ഇത് മതി. എന്നിട്ട് കുറച്ച് മതി. ഇനി നമ്മൾക്ക് ഇതിൻ്റെ മുകൾക്ക് ബ്ലോക്ക് വെച്ച് കയറിയിട്ട് ഇതിൻ്റെ മുകളിൽ ഈ സ്ലാബ് വെക്കുക. അപ്പോൾ ഇതിൻ്റെ മുകളിലൊന്നും സ്പോൺ ആവില്ല. അതിന് വേണ്ടിയിട്ടാണ് വെച്ചിരിക്കണത്. സ്ലാബ് വെക്കണമെന്നില്ല, ഇവിടെ നിന്ന് ഇങ്ങനെ മുകൾക്ക് ഒരു ഇത് കൊണ്ടായാലും മതി, മുകൾക്ക് ഒരു പില്ലർ വെച്ച് കൊണ്ടായാലും മതി. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾക്കിപ്പോൾ എന്താ ചെയ്യാനുള്ളത്? വാട്ടർ ബക്കറ്റ് വേണം. അപ്പം നമ്മൾ ഇവിടുന്ന് സെൻറ്ററിൽ നിന്ന് വാട്ടർ എടുത്തിട്ട് പോവുക. എന്നിട്ട് ഒഴിക്കത് ഏത് വരെ എത്തും നോക്കട്ടെ ഞാൻ. അത് വരും. ഓക്കെ, അപ്പോൾ അത് വരെ എത്തി. എന്നിട്ട് ഇവിടെ ഇത് ബ്ലോക്ക് ആക്കണം. വൈക്ക് വിടല്ല അങ്ങോട്ട്. എന്നിട്ട് ഇത് ഇവിടുന്ന് പൊട്ടിച്ച് മാറ്റണം. അല്ലാതിക്കും നല്ല നമുക്ക് ഇവിടെ ഈ ഒരു ബ്ലോക്ക് വെക്കണമല്ലോ. അയ്യോ, അവിടെ വെക്കണ്ട. അതിൻ്റെ അവിടെ തന്നെ വെച്ചു. അപ്പോൾ നമുക്ക് അപ്പുറത്തെ ബ്ലോക്ക് പൊട്ടിക്കാം. ഓക്കെ, പൊട്ടിച്ചു. എടാ മണ്ണേ, ഇന്നെ തന്നെ മണ്ണ വിളിക്കേണ്ട ആവശ്യം വരും. അങ്ങോട്ട് ചെല്ലട്ടെ. എന്നിട്ട് ഇവിടെ നമ്മൾ ഇവിടെ വെക്കുക. ഓക്കെ, ഇവിടെ വെച്ചു. ഇവിടെ ഇങ്ങനെ ഓക്കെ. അപ്പം ഇനി ഇത് ഫ്ലോ വാട്ടർ ആവൂല, അതിന് വേണ്ടി ഞാൻ ഇത്രയും ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഇങ്ങനെ പൊട്ടിക്കണം. പിന്നെ ഇവിടെ
ഇവിടെ 2 ബ്ലോക്ക് പൊട്ടിക്കണം. ഇവിടെയും പൊട്ടിക്കുക. ഇവിടെയും പൊട്ടിക്കണം. എന്നിട്ട് ഇവിടുന്നൊരു വാട്ടർ ബക്കറ്റ് വെള്ളം എടുത്തിട്ട് സേഫ്റ്റിക്ക് 2 എണ്ണത്തിലെടുക്കാം. ഒരു ടോർച്ച് വെച്ചാ ഒന്നും കാണാല്ല. നമുക്ക് ഇവിടെ ഒഴിച്ചാൽ അതേത് എഴുത്തും അതെടുത്ത് പൊട്ടിച്ചാ നോക്കട്ടെ. അതെടുത്ത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യാനുള്ളത്? അത് അവിടെ തന്നെ വെച്ചു. ഇതാണ് ഞാൻ ഇതിനെ പൊട്ടാന്ന് വിളിക്കണം. വെക്കണതൊന്നും ശരിയായി വെക്കില്ല ഞാൻ. ഓക്കെ ഇത് വെച്ചു. ഇനി നമുക്ക് കില്ലിങ് ഏരിയ ഉണ്ടാക്കണം. കില്ലിങ് ഏരിയ നമുക്ക് ഇവിടെ വെക്കാം. ഇവിടെ വെക്കാം. എന്താ ഗ്രാവൽ? ഓക്കെ, ഇതാണ് നമ്മൾ കില്ലിങ് ഏരിയ. ഇവിടെ അവൻ വന്ന് വീഴും. അപ്പോൾ ഇവിടെ ഒരു സ്പേസ് കുറച്ച് ഉണ്ടാക്കണം. ഇപ്പോൾ ചെറുതായിട്ടൊരു സ്പേസ് മതി. ഈ സാൻഡ് ഗ്രാവൽ ഇതൊക്കെ നമുക്ക് പൊട്ടിച്ച് മാറ്റാം. ഈ സാൻഡാണ് പറ്റാത്തത്. എൻ്റെ ഷവലിപ്പോൾ എൻ്റെ ഡിസ്പോണായോ? ഞാൻ അതെല്ലാം ചത്തപ്പോൾ സംശയം. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു സ്റ്റെയർ അങ്ങോട്ട് ഉണ്ടാക്കാം. നമുക്ക്. ഓക്കെ, ഇതെങ്ങനെ ഇങ്ങോട്ട് വന്നു ഈ സ്റ്റെയർ? അയ്യോ, അങ്ങോട്ടല്ല പോകണ്ട സ്റ്റെയർ. എടാ മണ്ട. അല്ല, ഇവിടെ നിന്ന് നല്ല വർക്കാവൂല നോക്കാം നമുക്ക്. വർക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഒന്ന് മൂടാം. ഇവിടെ ഒന്ന് മൂടിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റെയർ ഉണ്ടാക്കി പോകാം. ഇവിടുത്തെ കാണിച്ചു. ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റെയർ ഉണ്ടാക്കണം. ഇതെന്തെങ്കിലും ഉണ്ടാവോ? സ്റ്റെയർക്ക് വരൂലേ? ഇനി ഇവിടെ ചന്ദ്ര പുറത്തേക്കെത്താത്ത എത്തി. ഓക്കെ, എത്തിയിട്ടുണ്ട്. നേരെ ഇവിടെ തന്നെ എത്തി. ലെക്ക്. ഓക്കെ, നമ്മൾ സ്റ്റെയർ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സ്റ്റെയറൊക്കെ പൊട്ടിക്കാം. ഈ സ്റ്റെയറൊക്കെ വെക്കാം ഇവിടെ തന്നെ. ഓക്കെ, അപ്പം ഇനി ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് ഏതൊക്കെ വരണം ഇതിലാക്കാം. ഇൻവെൻട്രി പോയിട്ട് ചെസ്റ്റ് എടുക്കുക. ഇവിടെ നോക്കുക. ഇതോളം പൊട്ടിച്ചിട്ട് ഇവിടെ നോക്കുക. എന്നിട്ട് ഇതിവിടെ പൊട്ടിച്ച് മാറ്റിയിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് ഇതിൽ നമുക്കിപ്പോൾ എന്തുണ്ടാക്കാം? ഈ സ്റ്റെയർ ഉണ്ടാക്കണം. സ്റ്റെയർ ഉണ്ടാക്കിയപ്പോൾ നമുക്ക് അങ്ങോട്ട് 2 ബ്ലോക്കുണ്ട്. അപ്പോൾ അടുത്ത 2 ബ്ലോക്കാക്കാം. ഓക്കെ, ഇത്രയും ചെയ്തു. നമ്മൾക്ക് നല്ല വലിയ സ്പേസ് ആക്കണം. നമ്മൾ ഇത്രയും ആക്കിയിട്ട് ഇത്രയാക്കി. ഹോപ്പർ എടുക്കണം. ഹോപ്പർ എടുത്തിട്ട് ഇവിടെ വെക്കാം. എന്നിട്ട് ഇതെടുത്തിട്ട് ഇവിടെ വെക്കണം. ഇവിടെ വന്നിരുന്ന് കൊല്ലാൻ വയ്ക്കും. അല്ല, നമുക്കിവിടെ ഓട്ടോ മാഗ്നറ്റ് ആക്കിയാലോ? ഇവിടെ ഒരു ട്രൈഡൻറ്റ് വെച്ചിട്ട് വേറെ കൊല്ലണ രീതി ആക്കിയാലോ? ട്രൈഡൻറ്റ് മൈനിങ് വേണ്ടി വരും. അപ്പോൾ ഞാനൊന്ന് ട്രൈഡൻറ്റ് മൈനിങ്ങിന് പോയിട്ട് അപ്ഡേറ്റ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്ര സംഭവങ്ങളാണ് ഇത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ പൊട്ടിച്ചെടുക്കുക. ഒരു ചെസ്റ്റിൻ്റെ ആവശ്യം വരുമല്ലോ, ചെസ്റ്റും കൂടെ എടുക്കാം. കില്ലിങ് ഏരിയ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ കുറേ നേരം കണ്ട് ഇരുന്നിട്ടതാ ഫുൾ പവറിലൊരു ട്രേഡിൻ്റെ എടുത്തിട്ടുണ്ട് ഞാൻ. നമുക്ക് ചെയ്യാനുള്ളത് എങ്ങനെയാണ്? അവിടെ ഒരു ഹോപ്പർ ഉണ്ട്, അപ്പം ഇതോടൊന്ന് പൊട്ടിക്കണം, ഇതോടൊന്ന് പൊട്ടിക്കുക, ഇതോടൊന്ന് പൊട്ടിക്കുക, ഇതോടൊന്ന് പൊട്ടിക്കണം. ഈ ചെസ്റ്റ് ഇവിടെ വെക്കണം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഈ ചെസ്റ്റ് ഇവിടെ വേണ്ട, നമുക്ക് സ്ഥലം മാറ്റി പിടിക്കാം. ഇതോടെ വെച്ചിട്ട് ഇതോടെ ഇങ്ങനെ വെക്കുക, എന്നിട്ട് ഇതോടെ ഇങ്ങനെ വെക്കുക, എന്നിട്ട് ഇതാ ഇങ്ങനെ പൊട്ടിച്ചെടുക്കത്ത്, ഇതാ ഇവിടെ ഇങ്ങനെ പൊട്ടിക്കണം. ഇവിടെ നമ്മൾ എന്നിട്ട് റെഡ് സ്റ്റോണ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനൊരു ബ്ലോക്ക് വെച്ചിട്ട് ഇവിടെ ഒരു സ്പേസ്, ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കണം. എന്നിട്ട് നമ്മൾ ഇത്രയൊക്കെ വെക്കണം. എന്നിട്ട് റെഡ് സ്റ്റോൺ ടോർച്ച് എടുത്തിട്ട് ഇവിടെ നിൽക്കില്ലേ, എങ്ങനെയാണ് 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 ഞാൻ മറന്നു ഇത് വെച്ചിട്ട് നമുക്ക് ഞാനൊന്ന് ആലോചിച്ചിട്ട് വരാം, എൻ്റെ ബുദ്ധി ഉപയോഗിക്കട്ടെ. 1500 IQ+ ഞാൻ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ വരാം, ഒരു മിനിറ്റ്. അപ്പം ഞാൻ എൻ്റെ 1500 ഞാൻ എൻ്റെ IQ+ ഉപയോഗിച്ചിട്ട് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ഇവിടെയാണ് വെക്കേണ്ടത്, ഇവിടെ അല്ല. എന്നിട്ട് നമ്മളിതാ ഇതിൻ്റെ പിന്നിൽ ഇവിടെ വെക്കണം. അപ്പം കണ്ടില്ലേ, ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് ഇത് സ്റ്റോപ്പാക്കാൻ പറ്റുള്ളൂ, നോക്കട്ടെ. സ്റ്റോപ്പൊക്കെ വയ്ക്കൊന്ന് എന്തൊക്കെ പറയാം, ലെവർ ഇതിവിടെ വെച്ചിട്ട് ഓഫായി ഓണായി. ഓക്കെ, അപ്പം എൻ്റെ 1500 IQ+ ഉപയോഗിച്ചിട്ട് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് സംഭവം. ഇങ്ങനെ എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു. എന്നിട്ട് ഇനി നമുക്ക് ഇതാ ഇതോടും പൊട്ടിച്ച് ഇതിൻ്റെ മുകൾക്ക് കയറിയിട്ട് ഇങ്ങനെ തന്നെ അല്ലേ. തന്നെ കാരം എടാ മണ്ടാ, പെജിമ തന്നെ ഒന്ന് കയറി. അതാണ്ടോ സെൻട്രലൊക്കെ. ഓക്കെ, എന്നിട്ട് നമ്മളിത് ഈ ബ്ലോക്കിൽ നിന്ന് മാറ്റിയാൽ അവിടെ ഇരിക്കട്ടെ. ഇനി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ
നമ്മൾക്കിതാ ഈ ബ്ലോക്കുകളൊക്കെ ഇവിടുന്ന് മാറ്റണം. വർക്കായെങ്കിൽ നമ്മൾ ഇതിൽ വിജയിച്ചു. ഇത് വർക്കാവും, സ്പോണർ വർക്കാവും, മറ്റേതും കൂടി വർക്കായാൽ മതി എന്നുള്ളൂ. ഇത് നമ്മൾക്ക് ഏതായാലും വർക്കാൻ പേടിക്കാനൊന്നുമില്ല. എനിക്ക് മറ്റേതാണ് വർക്കാവുമെന്ന് പേടി. മറ്റാ ഞാൻ റെഡ് സ്റ്റോണൊക്കെ ഉപയോഗിച്ച് ചെയ്തത്, അത് വർക്കായി മതിയായിരുന്നു. ഓക്കെ, അത് ഒക്കെ റെഡി ആയിട്ടുണ്ട്. എത്രയും റെഡി ആയിട്ടുണ്ട്. റെഡിയല്ലേ? ഓക്കെ ആണ്. ഓക്കെ, ഇനി നമ്മൾ അയ്യോ ആ ടോർച്ച് ഒട്ടിച്ചില്ല. ഓക്കെ, ഇനി നമ്മൾ ഇത് എടുത്തിട്ട് അത് പൊട്ടിച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇതും പൊട്ടിക്കുക, ഇതും പൊട്ടിക്കുക, ഇതും കൂടെ പൊട്ടിച്ചിട്ട് അതും കൂടെ പൊട്ടിച്ചിട്ട് ഷീൽഡ് പിടിക്കും. അതും കൂടി പൊട്ടിച്ചു. കോപ്പർ ആർമറൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്. റെഡിയായാൽ നോക്കട്ടെ. റെഡിയായ ചാവണ ശബ്ദമൊക്കെ കേൾക്കാണ്ട് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിൽക്കാൻ വയ്യ. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിൽക്കാൻ വയ്യ. ആ ചാവണ്ട് 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 ആ ചാവണ്ട് 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 ചാവണ്ട്. വേണം അയ്യാ, ഫ്ലോപ്പായി ഫ്ലോപ്പായി. ടോർച്ചോടെ ഫ്ലോപ്പായോന്നൊരു സംശയം. ട്രൈഡന്റ് കാണാല്ല. ഞാൻ ഒന്നും കൂടിയും ഒക്കെപ്പാടെ റെഡി ആക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളെ ഫാം ശരിയാക്കിയിട്ടുണ്ട്. മാത്രം എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇതിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ഈ ട്രൈഡൻ്റ് ഉണ്ടോ, ഈ ട്രൈഡൻ്റ് എനിക്ക് കിട്ടിയാണ്. എൻ്റെ കയ്യിലേക്ക് വന്നു ഈ ട്രൈഡൻ്റ്. അതാണ് അവിടെ കുഴപ്പം പറ്റിയത്, വേറൊന്നുമല്ല. അപ്പോൾ ഞാൻ ഫുള്ള് റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ എടുത്തിട്ടതാ ഇതൊന്നും ഇങ്ങോട്ടൊക്കെ അതെ. ഓക്കെ, വേറെ നോക്കില്ല. ഇല്ല, നമുക്കിനി ഇതെടുക്കുക. എന്നിട്ട് ഓക്കെ ഇവിടെ വെക്കുക. എന്നിട്ട് നമ്മളിതാ ഇവിടെ ഒരു 2 ചെസ്റ്റ് ഇതും കൂടി ഉണ്ടാക്കുക. എന്നിട്ട് നമ്മളിതാ ഇവിടെ ഇതൊക്കെ ഇത് അടക്കുക. എന്നിട്ട് നമ്മളിതാ ഇത് ഇവിടെ വെച്ചിട്ട് ഇത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഈ ടോർച്ച് ഇടുന്ന പോര്. ടോർച്ച് ഇവിടെ വെക്കണ്ട, ടോർച്ച് എടുക്കുക, ഇതിവിടെ വെക്കുക. എന്നിട്ട് ഇത് പൊട്ടിക്കുക. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓഫ് ആക്കാനൊക്കെ പറ്റും. ഇത് വെച്ചിട്ട് ഇവിടെ അടക്കുക. ഓക്കെ, ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഓണർ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. എന്താ ഡാമേജ് അടിക്കാത്തത്? അതൊക്കെ നമ്മൾ പാചകം റെഡിയാക്കും. ഇതുള്ളോട്ടാണോ?
ആ അത് ഏതെങ്കിലും റെഡിക്കണം. അത് റെഡിയാക്കാൻ എനിക്കറിയാം. എൻ്റെ കൈ കിട്ടി. ഓക്കെ, നമ്മളെ സ്പോണർ അങ്ങനെ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ബൈ ബൈ, സീ യു.